ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളെ മുണ്ടക്കയം വിന്നേഴ്സ് അക്കാദമി ആദരിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ നേടി നാടിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുണ്ടക്കയം വിന്നേഴ്സ് അക്കാദമിയിൽ പഠിച്ച് വിജയം കൈവരിച്ച എൽസ, അഭിനയ, അക്ഷയ് എന്നീ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. മുണ്ടക്കയം വിന്നേഴ്സ് അക്കാദമിയിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ നല്ല ഉന്നത വിജയം കൈവരിച്ച ഒരു സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും. അവരെക്കഴിഞ്ഞുപരി കൂട്ടുകാർക്കും അതിലുപരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. പേരൻസിനതിനപ്പുറം. കാരണം നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലൊന്നും വരുത്താതെ തന്നെ നമ്മുടെ കോളേജിൽ നിന്ന് 3 പേര് നല്ല ഉന്നത വിജയം. നിങ്ങളും അതുപോലെ തന്നെ ഓരോരുത്തരും ഇതേപോലെ നിന്ന് നല്ല രീതിയിൽ വിജയം കൈവരിക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് നമ്മളെ വലിയൊരു പ്രതീക്ഷയാണ് മക്കളായ നിങ്ങളിൽ ഞങ്ങളൊക്കെ കാണുന്നത്. മാതാപിതാക്കൾ നിങ്ങളെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഇപ്പം തന്നെ മോടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വിട്ടപ്പം ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് വിട്ടത്. എങ്കിലും ആ മാതാപിതാക്കൾക്ക് ദുഃഖം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ മോള് നല്ല രീതിയിൽ. അതുപോലെ അക്ഷയുടെ കാര്യം പറഞ്ഞു, പാർട്ട് ടൈം ജോലി ചെയ്താണ് ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ എത്തുന്നത് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ പറ്റും. പക്ഷെ എന്താണ് നമുക്ക് പഠിത്ത കാര്യത്തിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുകയും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യണം. ഇന്നത്തെ യോഗത്തിൽ ഫാദർ ജെയിംസ് മുത്തനാട്ട്, ബോബിന മാത്യു, ഡോക്ടർ ബിനോ പെരുന്തോട്ടം എന്നിവർ ആശംസയർപ്പിച്ചു. ഈ വിന്നേഴ്സ് അക്കാദമിയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നു തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ പ്രവർത്തനവും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ വിജയം കണ്ട് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഈ വിന്നേഴ്സ് എന്നുള്ള പേര് തന്നെ ഇതിന് തീർത്തും സ്യൂട്ടബിളാണ്. കാരണം ഇവിടുന്ന് വിജയം നേടി നിങ്ങളുടെ ജീവിതത്തിലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. മത്സരമാണ് എല്ലാ രംഗത്തും. ഏത് രംഗത്തും വിദ്യാർത്ഥിയാണെങ്കിലും അതുപോലെ മറ്റേത് രംഗത്താണെങ്കിലും വ്യാപാര രംഗത്താണെങ്കിലും ഒക്കെ മത്സരമാണ്. ആ മത്സര രംഗത്ത് നമ്മൾ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കൂ.